എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കുടുംബജീവിതത്തില് ഏറെ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തില് ദൈവഹിതപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബങ്ങൾ പണിതുയർത്തേണ്ടത് ഏറെ ആവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് കുടുംബജീവിതത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ ഉപകാരമായി തീരും എന്നുള്ളൊരു ആശയം ദൈവം നൽകിയത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം തന്നെയാണ് തീരുമാനിച്ചത്. അതിന് വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സഹോദരിമാരായ നമ്മൾക്ക് ദൈവവചനപ്രകാരമുള്ള ഭാര്യമാരായി തീരുവാൻ, ശോഭിക്കുവാൻ ഈ ക്ലാസ്സുകൾ വളരെ പ്രയോജനകരമായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഗ്രേസ് ആൻറ്റിയാണ്. ഗ്രേസ് ആൻറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ ഗ്രേസ് ആൻറ്റീനെ അറിയാം. അത്രയും പരിചയമുള്ളതും അതുപോലെ ശുശ്രൂഷകൾ ചെയ്യുകയും സഹോദരിമാരുടെ ഇടയിൽ ക്ലാസ്സുകൾ എടുക്കുകയും കൗൺസിലിംഗ് നടത്തുകയും അങ്ങനെ പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗ്രേസ് ആൻറ്റിയാണെന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഗ്രേസ് ആൻറ്റീനെ ക്ലാസ് എടുക്കുന്നത് വിവാഹത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്നിവ നമ്മളോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഗ്രേസ് ആൻറ്റിനെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിവാഹത്തെ പറ്റിയും അതിന്റെ ഉദ്ദേശത്തെ പറ്റിയും പറയുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാഹത്തെ പറ്റിയും കുടുംബജീവിതത്തെ പറ്റിയും നാം അനേക ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് വിവാഹത്തെ പറ്റി പുതുതായി ഒന്നും തന്നെ പറയാനായിട്ട് എനിക്കില്ല. എന്നാൽ വീണ്ടും വീണ്ടും കേൾക്കുന്നത് വിവാഹ ജീവിതത്തെ പറ്റി അല്പം കൂടെ മനസ്സിലാക്കുന്നതിന് ചിലപ്പോഴെങ്കിലും സഹായിക്കും എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നാം എന്നും വചനം വായിക്കുന്നുണ്ടല്ലോ. പലവട്ടം വായിച്ചു തീർന്നാൽ തന്നെയും ബൈബിൾ വായിച്ചു തീർന്നാലും പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ എന്തോ ഒരു പുതുമ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അല്പം പുതുമ നമുക്ക് തോന്നുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് മക്കളെല്ലാം ഉണ്ടായതിനു ശേഷമാണ് വിവാഹത്തെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ക്ലാസ്സുകളൊക്കെ നേരത്തെ തന്നെ കേട്ടിരുന്നെങ്കിൽ എത്രയോ മെച്ചമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം ഇന്നത്തെക്കാട്ടിൽ ബെറ്ററായിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്ന്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചോളം ആ നിലയിലുള്ള ഒരു എക്സ്ക്യൂസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മധ്യത്തിലും കുടുംബ തകർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിവാഹമോചനവും പുനർവിവാഹവും വിശ്വാസികളുടെ ഇടയിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഭൂമിയിലെ ചെറിയ സ്വർഗം എന്നറിയപ്പെടേണ്ട കുടുംബങ്ങൾ ഇന്ന് കുട്ടി നരകങ്ങളായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എത്രയോ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വിവാഹം എന്നത് മനുഷ്യവർഗത്തോളം തന്നെ പഴക്കമുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിവാഹം സ്ഥാപിച്ച ദൈവമാണ്. പാപം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ സ്ഥാപിച്ച ഏക സ്ഥാപനം എന്ന് പറയുന്നത് വിവാഹമാണ്. മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവുകയാണ്. അതായത് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം നല്ല ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധവും മഹത്വപരമായ സ്ഥാപനമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് വിജയകരമായ കുടുംബ ജീവിതത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ നിർദ്ദേശങ്ങൾ ദൈവം തന്റെ വചനമായ ബൈബിൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. വിവാഹത്തെ കുറിച്ച് ദൈവത്തിനുള്ളായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആയി തീർന്നെങ്കിൽ മാത്രമേ ദൈവപ്രകാരമുള്ള ഒരു
നല്ല കുടുംബജീവിതം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് നിരക്കാത്ത ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ലോകപ്രകാരം വിജയകരമായി തോന്നിയെങ്കിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു കുടുംബജീവിതം ആയിട്ട് തീരുകയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വിവാഹം എല്ലാവർക്കും മാന്യം. ഏദൻ തോട്ടത്തിൽ ദൈവം സ്ഥാപിച്ചതായ ആ വിവാഹം ഇന്ന് ലോകം മുഴുവനും മാന്യതയുള്ളതായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും വിവാഹം ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്നത് കാണാനായിട്ട് സാധിക്കും. വിവാഹത്തിൻ്റെ മാന്യതയ്ക്ക് പല കാരണങ്ങളുണ്ടെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവം താൻ തന്നെയാണ് വിവാഹം സ്ഥാപിച്ചത് എന്നതാണ്. വിവാഹം മാന്യം ആണ്, എല്ലാവർക്കും മാന്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. എങ്കിൽ തന്നെ ഇന്നത്തെ തലമുറ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. ഇന്ന് വിദ്യാസമ്പന്നരായ പല യുവതി യുവാക്കളും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. വിവാഹം കഴിച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നവർ പറയുന്നു. മറ്റൊരു കാരണം പെൺകുട്ടികൾ പറയുന്നത് വിവാഹം കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നതാണ് അവർ പറയുന്നത്. അതായത് അവര് ലോകത്തിൽ വലിയവരാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പഠിച്ച് നല്ല ജോലി ലഭിക്കണം, നല്ല ശമ്പളം ലഭിക്കണം, സ്വതന്ത്രമായിട്ട് ജീവിക്കണം. ഇതാണ് വിവാഹം വേണ്ട എന്ന് പറയുന്നവരുടെ ആഗ്രഹം. വിവാഹം കഴിച്ച് ഒരു പുരുഷനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ സ്വതന്ത്രമായി ജീവിക്കുവാൻ അവര് താല്പര്യപ്പെടുന്നു. ഇന്നത്തെ കോളേജ് വിദ്യാഭ്യാസവും കുടുംബ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്നത്തെ പല പ്രൊഫസർമാരും അതുപോലെ തന്നെ പല മാതാപിതാക്കളും പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന അഡ്വൈസ് ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നാണ്. ജോലി അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഏതാവശ്യത്തിനും നിങ്ങൾ പുരുഷന്റെ മുൻപിൽ കൈ നീട്ടേണ്ടതായിട്ട് വരും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് കുടുംബജീവിതത്തെക്കാൾ പ്രാധാന്യം പല പെൺകുട്ടികളും കൊടുക്കുന്നത് തങ്ങളുടെ ജോലിക്കാണ്. ആൺകുട്ടികളും അന്വേഷിക്കുന്നത് ജോലിയുള്ള പെൺകുട്ടികളെ തന്നെയാണ്. പെൺകുട്ടികൾ ജോലി ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. വെറുതെ ഭവനത്തിലിരുന്ന് TV കണ്ടുകൊണ്ട് സമയം കളയുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് ജോലി ചെയ്യുന്നത്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കത് സഹായമാവും. ജീവിതത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാവും. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുവാനായിട്ട് പഠിക്കും. എന്നാൽ ജോലി കുടുംബജീവിതത്തിന് ഒരു തടസ്സമാകരുത് എന്ന് മാത്രം. സദൃശവാക്യത്തിലെ ഉത്തമയായ സ്ത്രീ എന്തെല്ലാം ജോലി ചെയ്തു, എന്നാൽ കുടുംബത്തിന് അവൾ 1-ാം സ്ഥാനം കൊടുത്തിരുന്നു. അതുകൊണ്ട് അവളുടെ ഭർത്താവും മക്കളും അവളെ പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോലിയോടുകൂടി ഭവനം നന്നായി പണിയുന്ന സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കാൻ കാരണമാണ്. എന്നാൽ വിവാഹം വേണ്ട എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ ഒരു ഭാര്യയുടെ മഹത്വമോ ഒരു അമ്മയുടെ മഹത്വമോ മക്കളുടെ മഹത്വമോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് കോളേജ് ഗേൾസിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അതിലൊരു പെൺകുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഗസ്റ്റായിട്ട് വന്ന ആളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അവൾ ചോദിച്ച ചോദ്യം ഇതാണ്: ഞങ്ങളുടെ വീടുകളിൽ മാതാപിതാക്കൾ പറയാറുണ്ട് പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷമേ വിവാഹം കഴിക്കാവൂ എന്നാണ്. എന്നാൽ നേരത്തെ വിവാഹം കഴിച്ച് മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോട് അങ്ങേക്കുള്ള ഉപദേശം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പെൺമക്കളാണുള്ളത്. മൂത്ത ആള് +2 പഠിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇപ്പോഴേ അവളോട് പറയാറുണ്ട് വിവാഹത്തിന് സമയമാകുമ്പോൾ ഞങ്ങൾ വിവാഹത്തിന് ആലോചിക്കും. ജോലി എന്നുള്ളതല്ല,
വിവാഹത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നീ ഇപ്പോഴേ അതിന് റെഡി ആയിക്കൊള്ളണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മാതാവിനോട് ഇപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പല മാതാപിതാക്കളും ചിന്തിക്കുകയില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്താ? പഠിച്ചു, ഇത്രയും പണം ചെലവാക്കി പഠിപ്പിച്ചു, ഇനി ഒരു ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ശമ്പളമൊക്കെ വാങ്ങിച്ച് അതിന് ശേഷമേ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് പല മാതാപിതാക്കളും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നോക്കുമ്പോൾ പല പെൺകുട്ടികളുടെയും വിവാഹം നടക്കാതിരിക്കുന്നതുമുണ്ട്. കാരണം അവർക്ക് വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ പ്രായം നന്നായിട്ടുണ്ട്. പിന്നീട് കാലങ്ങൾ കഴിയുന്നതോറും പ്രായം കൂടിയാണ് വരുന്നത്. അപ്പോൾ വിവാഹത്തിന് പ്രയാസം വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തില് ജോലിക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ വിവാഹത്തിന് അതൊരു കുടുംബ ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് നിൽക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് വിവാഹം എന്നുള്ളത്. ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല, മൃഗങ്ങൾക്ക് വിവാഹ ജീവിതവുമില്ല. കുടുംബ ജീവിതം ദൈവപ്രകാരമുള്ള പദ്ധതി ആയതിനാൽ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചും ഉള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഉള്ളതായ ഉപദേശങ്ങളും അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളെ പറ്റിയൊക്കെ വചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഭാര്യമാരോട് പറയുന്നു, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. എഫേസ്യർ 5:25 ഭർത്താക്കന്മാരോട് പറയുന്നു, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എഫേസ്യർ 6:1 മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. എഫേസ്യർ 6:4 പിതാക്കന്മാരോട് പറയുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്, കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എഫേസ്യർ 5:21 അത് മൊത്തത്തിൽ എല്ലാവരോടും കൂടെ പറയുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ പല ഭാര്യമാരും ചിന്തിക്കുന്നത് എന്താണ്? അവരോട് മാത്രമായിട്ടുള്ള കൽപ്പനയാണ് കീഴ്പ്പെടുക, അനുസരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഭാര്യമാരുള്ള ബന്ധത്തിൽ മാത്രമല്ല ഈ കൽപ്പന പ്രസക്തമായിട്ടുള്ളത്. കുടുംബത്തോടുള്ള ബന്ധത്തില്, സഭയോടുള്ള ബന്ധത്തില്, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ബന്ധത്തിലൊക്കെയും പ്രാധാന്യം അർപ്പിക്കുന്ന സ്വഭാവവിശേഷങ്ങളാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തെ പറ്റി സഭയുടെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിവാഹത്തെപ്പറ്റി ഞാൻ അല്പമായിട്ട് ഒന്ന് പറഞ്ഞതാണ്. ഇനി വിവാഹത്തിന്റെ ഉദ്ദേശങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. വിവാഹത്തിന്റെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തക്ക തുണകളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയുമുള്ള മനുഷ്യന് ഇവയെല്ലാം ഉള്ള വ്യക്തിയെ തന്നെയാണ് ദൈവം തുണയായിട്ട് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായുള്ള ആവശ്യങ്ങൾ എന്താണ് എന്നറിഞ്ഞ് അത് നിറവേറ്റുവാൻ കഴിവുള്ള ഒരു സ്ത്രീയെയാണ് മനുഷ്യന് തക്ക തുണയായിട്ട് ദൈവം സൃഷ്ടിച്ചു കൊടുത്തത്. മനുഷ്യന് തക്ക തുണയില്ലല്ലോ എന്ന് ദൈവം ചിന്തിച്ചു. അതിനുശേഷം ദൈവം ആദമിനും തക്കതായൊരു തുണയുടെ ആവശ്യബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്.
എങ്ങനെയാണ് മനുഷ്യന് തുണയുടെ ആവശ്യബോധം ഉണ്ടാക്കി കൊടുത്തത്? ദൈവം മൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ചപ്പോൾ ഇണകളോടുകൂടിയാണ് സൃഷ്ടിച്ചത്. അവയെല്ലാം ആദാമിന്റെ മുൻപിൽ കൂടി ദൈവം മുൻപിൽ കൂടി നടന്നു പോകാൻ തൊക്കണം ദൈവം അനുവദിച്ചു. അവർക്ക് എല്ലാം പേരിടാൻ വേണ്ടിയിട്ട് ആദമിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മൃഗങ്ങൾ ഇണകളായിട്ട് ഓരോന്നോരോന്നായി ആദമിന്റെ മുന്നിൽ കൂടി പോകാനായിട്ട് തുടങ്ങി. മിസ്റ്റർ ആൻഡ് മിസ്സസ് ആന പോയി, മിസ്റ്റർ ആൻഡ് മിസ്സസ് സിംഹം പോയി, മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്തെല്ലാം മൃഗങ്ങളുണ്ടോ അവയെല്ലാം അങ്ങനെ ആണും പെണ്ണുമായിട്ട് ഇണകളായിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആദം അവയ്ക്കെല്ലാം പേരിട്ട് കഴിഞ്ഞപ്പോൾ ആദമിനൊരു കാര്യം മനസ്സിലായി, ഈ മൃഗങ്ങൾക്കെല്ലാം തുണയുണ്ട്, എനിക്ക് മാത്രം ഒരു തുണയില്ലല്ലോ എന്നുള്ളതായ ആ ബോധ്യത തനിക്ക് വന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടു കിട്ടിയില്ല. അപ്പൊ ആദമിന് തുണയുടെ ആവശ്യബോധം വന്നു. ആ സമയത്ത് ദൈവം ആദമിനെ ഒരു ഗാഠനിദ്ര വരുത്തി അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് സ്ത്രീയാക്കി ആദാമിന്റെ മുൻപിൽ തന്നെ കൊണ്ടുവന്നു. അപ്പൊ ആ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ ആദമിന് മനസ്സിലായി, ഇത് എനിക്ക് വേണ്ടി തന്നെ ദൈവം സൃഷ്ടിച്ചാക്കിയ എൻ്റെ തുണയാണ് എന്നത് എനിക്ക് മനസ്സിലായി. ആദം ഉടനെ എന്താണ് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 2:23, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന പേരാകും. അതിനുശേഷം ആദമിനെയും ഹവ്വയെയും ദൈവം അവിടെ യോജിപ്പിച്ചു. അങ്ങനെ വിവാഹം സ്ഥാപിച്ചു. മനോഹരമായ ഏദൻ തോട്ടത്തിൽ അവരെ താമസിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നത്. തക്ക തുണ എന്നതിന് ഉത്തമ സഖി എന്നും അർത്ഥമുണ്ട്. കേവലം സഹായം ചെയ്യുക എന്നതിലുപരിയായിട്ട് ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ഭാര്യ പ്രവർത്തിക്കണം എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരു ദാസിയുടെ സ്ഥാനമല്ല, ഒരു ഉത്തമ സഖിയുടെ സ്ഥാനമാണ് ഭാര്യയ്ക്കുള്ളത്. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും കലവറ കൂടാതെ പങ്കുവയ്ക്കുന്നവരാണല്ലോ ഉറ്റ സഖികൾ. ഭാര്യയും ഭർത്താവും അങ്ങനെയുള്ള നല്ല സഖികളായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉള്ള സഖികളായിട്ട് തീരുമ്പോഴാണ് ദാമ്പത്യ ജീവിതം ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും സന്തോഷിക്കാനും ചിരിക്കാനും കരയാനും ഒക്കെ അവർക്ക് സാധിക്കണം. എല്ലാ കാര്യങ്ങളും അവര് തമ്മിൽ തുറന്ന് സംസാരിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതം സാധ്യമാവുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് തക്കതുണ, രണ്ടാമത്തെ പോയിന്റ് ഭാര്യയും ഭർത്താവും ഒരു ദേഹമായി തീരുക എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും ഒരു ദേഹമായി തീരുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഇവിടെ നമ്മൾ ഒരു വിട്ടുപിരിയലും പറ്റിച്ചേരലും കാണുന്നുണ്ട്. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, എങ്കിൽ മാത്രമേ ഒരു ദേഹമായിട്ട് തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദമിന് അപ്പനും അമ്മയും ഇല്ലായിരുന്നു എങ്കിലും വിട്ടുപിരിയണം എന്ന പ്രമാണം ആദ്യ വിവാഹത്തോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവം കൊടുത്തതാണ്. തലമുറകളെ കണ്ടുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ തന്നെ ഈ പ്രമാണം വെച്ചത്. 145-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താ? നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക എന്നാണ് പറയുന്നത്.
അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് ഓടും, അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടും, കാര്യങ്ങൾ അവിടെ ചെന്ന് പറയും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പറയും. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ വഷളായിട്ട് തീരാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വിട്ടുപിരിയലും ഒരു പറ്റിച്ചേരലും ഒരു ദേഹമാണ് എന്ന രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സത്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. രണ്ട് വ്യക്തികളാണ്, പക്ഷെ വിവാഹം കഴിയുമ്പോൾ ദൈവം കാണുന്നത് ആ രണ്ട് വ്യക്തികളും കൂടെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു തലയുണ്ട്, അതുപോലെ ഒരു ശരീരവുമുണ്ട്. അതുകൊണ്ടാണ് അവരെ തമ്മിൽ വേർതിരിക്കാൻ ദൈവം അനുവദിക്കാത്തത്. കാരണം ഒരു വ്യക്തിയാണ്, അവരെ തമ്മിൽ വേർതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം അവർക്ക് ഒരുമിച്ച് ഒരു പേര് മാത്രമാണ് കൊടുത്തത്. എന്താണ് പേര് കൊടുത്തത്? ആദം എന്നൊരു പേരാണ് കൊടുത്തത്. അത് രണ്ടുപേരെയും ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്ത പേരാണ്. അതിലും ഈ ഒരു ദേഹം എന്നുള്ള സത്യം അടങ്ങിയിട്ടുണ്ട്. ഇന്നും ആ രീതി തുടർന്നുകൊണ്ടേ പോകുന്നുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ പേരിനോട് ചേർത്താണല്ലോ ഭാര്യയുടെ പേര് പറയുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മിസ്സസ് എന്ന് പറയാൻ പാടില്ല, മിസ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ പറയുന്നത്. വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികളെ പിതാവിൻ്റെ പേരോട് ചേർത്താണ് പറയുന്നത്. അപ്പോൾ വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ പേരിനോട് ചേർത്ത് അറിയപ്പെടുന്നത് തെറ്റൊന്നുമില്ല. അത് മാന്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഭാര്യയെയും ഭർത്താവിനെയും ഒരു ദേഹമായിട്ടാണ് കർത്താവ് കാണുന്നത് എങ്കിലും കുടുംബത്തിലും സഭയിലും അവർക്കുള്ള സ്ഥാനവും ഉത്തരവാദിത്വവും വ്യത്യസ്തങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതാണ്. ഒരു ദേഹമാണ് എങ്കിലും ഉത്തരവാദിത്വങ്ങൾ വ്യത്യസ്തമാണ്. മൂന്നാമത്തെ പോയിന്റ്, കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയുടെ തല, ഭാര്യ ശരീരം. ആ നിലയിലാണ് ദൈവം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, അവർ ഏകദേഹമായിട്ട് തീരും. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. ഒരു തലയും ഒരു ശരീരവുമാണ് ഉള്ളത്. ശരീരത്തിൽ തലയ്ക്കുള്ള പ്രാധാന്യം എത്രമാത്രം ഉണ്ടോ അത്രയും പ്രാധാന്യം പുരുഷന് കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്കിതിന്ന് മനസ്സിലാക്കുന്നത്. തലയിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണല്ലോ ശരീരം പ്രവർത്തിക്കുന്നത്. അതുപോലെ വിവാഹത്തിൽ തലയാകുന്ന ഭർത്താവിന് കീഴ്പ്പെടേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ അത് തല കൊടുക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ആണ് നിർദ്ദേശം കൊടുക്കുന്നത് ആ ഭാഗം അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അനുസരിക്കുമ്പോൾ അത് ശരീരത്തിന് മുഴുവനും അനുഗ്രഹമായിട്ട് തീരും. ഉദാഹരണമായിട്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എനിക്കാണെങ്കിൽ മുട്ടുവേദന ഉള്ള ആളാണ്. അപ്പോൾ എൻ്റെ തല പറയുകയാണ്, എൻ്റെ കൈയോട് പറയുകയാണ്, ആ മുട്ടൊന്ന് തൂത്ത് കൊടുക്ക്, അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ കൈ അനുസരിച്ച് എൻ്റെ മുട്ടൊന്ന് തൂത്ത് തരുമ്പോൾ എനിക്ക് ആശ്വാസം ഉണ്ടാകുന്നത് മാത്രമല്ല തലയ്ക്കും അത് ആശ്വാസമായിട്ട് തീരും. അല്ല കൈ പറയുക ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടുവേദന അനുഭവിക്കും. ഞാൻ മാത്രമല്ല എൻ്റെ തലയും കൂടെയാണ് അത് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയായ ഭർത്താക്കന്മാർ പറയുന്ന കാര്യങ്ങൾ നാം ആ നിലയിൽ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതവും ഏറ്റവും സന്തോഷകരമായിട്ട് പോകുവാനായിട്ട് ഇടയാകും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 22, ഭാര്യമാരെ ഭർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. എഫേസ്യർ 5:25, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അതായത് കുടുംബത്തിൽ തല പുരുഷനും ഭാര്യ ശരീരവുമായി ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. 4-ാമത്തെ പോയിന്റ് സന്താന സമൃദ്ധിക്ക് വേണ്ടി ആണ് കുടുംബജീവിതം. മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത് വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. ദൈവം ഒരു അനുഗ്രഹവും കൽപ്പനയുമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 127-ന്റെ 3-ാം വാക്യം, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന് പറയുന്നു. ആദാം ഹവ്വ പാപം ചെയ്തതിന് ശേഷവും യഹോവ സ്ത്രീയോട് പറഞ്ഞ എന്താണ്? ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ പാപത്തിന് മുമ്പേയും ആ അനുഗ്രഹം കൊടുത്തു. മക്കളോടുള്ള ബന്ധത്തില് പാപം ചെയ്തതിന് ശേഷം അതിന്റെ ശിക്ഷയായിട്ട് വേദനയും ഗർഭധാരണത്തോടുകൂടി കഷ്ടവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും മക്കളെ വേദനയോടെ പ്രസവിക്കുമെന്നാണ് പറഞ്ഞത്. മക്കൾ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കരുതേണ്ടതാണ്. അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? ജനം പെരുകി, പാപവും പെരുകി, ദൈവം അവരെ ശിക്ഷിച്ചു. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്ക മുഖാന്തരം ജനമെല്ലാം കൊല്ലപ്പെട്ടു. നോഹയും കുടുംബവും ദൈവം അവരെ രക്ഷിച്ചു. ദൈവം അവർക്ക് വേണ്ട കൃപ കൊടുത്തു. അങ്ങനെ വെള്ളപ്പൊക്കത്തിന് ശേഷം അവരെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുന്നുണ്ട്. ആ അനുഗ്രഹം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പിന്നെ അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേൻ. ലോകം മുന്നോട്ട് പോകണമെങ്കിൽ തലമുറകൾ വേണം, മക്കൾ വേണം, എങ്കിൽ മാത്രമേ ലോകം മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ ഇന്ന് വിവാഹം കഴിഞ്ഞ് പലരും മക്കൾ വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്. അവർക്ക് മക്കളെ വളർത്തുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് അവർക്ക് മനസ്സില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില്, ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്ര സമ്പത്ത് ഉണ്ടാക്കുകയും വേണം. ഇതൊരു കൽപ്പനയായിട്ടാണ് പറയുന്നത്. പുത്ര സമ്പത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ ഒരു സമ്പത്തായിട്ട് നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. അപ്പൊ മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത് വിവാഹത്തിന്റെ വലിയൊരു കാരണമാണ്, ഉദ്ദേശമാണ്. 5-ാമത്തെ കാരണം ലൈംഗിക സംതൃപ്തി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ലൈംഗികത ഉള്ളവനായിട്ടാണ്. ഈ ലൈംഗികതയിൽ സംതൃപ്തി കണ്ടെത്താനുള്ള സ്നേഹപ്രകടനത്തിനുള്ള കഴിവ് ദൈവം മനുഷ്യർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക, രമിക്കുക, അറിയുക, പരിഗ്രഹിക്കുക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ലൈംഗിക ബന്ധത്തിന് വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വന്തം ഭാര്യയിൽ നിന്നും ലൈംഗിക സംതൃപ്തി കിട്ടാത്ത പുരുഷന്മാരാണ് അന്യ സ്ത്രീകളെ തേടി അങ്ങനെ പോകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചും അന്യ പുരുഷന്മാരെ തേടി പോകുന്നത് സ്വന്തം ഭർത്താവിൽ നിന്നും അവർക്ക് സംതൃപ്തി ലഭിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ലൈംഗിക സംതൃപ്തി വിവാഹ ജീവിതത്തിലുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 6-ാമത്തെ പോയിന്റ്, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി. വിശുദ്ധ ജീവിതം എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ലൈംഗിക സംതൃപ്തിയെ പറ്റി പറഞ്ഞ ഇങ്ങനെ മനുഷ്യർ പാപം ചെയ്യാൻ കാരണം അവർക്ക് ആ നിലയിൽ സംതൃപ്തി ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ലഭിക്കുന്നോ ഇല്ല. അത് മുഖാന്തരം ഉണ്ടാകുന്ന പാപം എന്ന് പറയുന്നത് ദുർനടപ്പാണ്. അപ്പോൾ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ദുർനടപ്പ് പാടില്ല. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയെയും
ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. പറഞ്ഞാൽ പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്, വെറുക്കുന്ന ഒരു പാപമാണ് എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വാസികൾ പാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ വിവാഹം ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹോമോസെക്ഷാലിറ്റി അത് ദൈവം വെറുക്കുന്ന വലിയൊരു പാപമാണ്. സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരു പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, മരണം ആണ് അതിന് ശിക്ഷയായിട്ടുള്ളത്. അത് ലേവ്യ പുസ്തകത്തിലുള്ള ഒരു പ്രമാണമാണ്. ഞാനിൻ്റെ വാക്യം എവിടുന്നാണെന്ന് എഴുതിയിട്ടില്ല. ലേവ്യ പുസ്തകത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് മരണശിക്ഷയ്ക്ക് യോഗ്യമായിട്ടുള്ള ഒരു പാപം തന്നെയാണ്. സോദോം ഗോമോറ ദൈവം നശിപ്പിച്ചു. അവരുടെ പാപം എന്ന് പറയുന്നത് ഹോമോസെക്ഷാലിറ്റി ആയിരുന്നു. 7ാമത്തെ പോയിന്റ് ആത്മീയ ശുശ്രൂഷയും നേതൃത്വവും. യഹോവയെ സേവിക്കുന്നതിന് കുടുംബത്തിനുള്ള പങ്ക് വളരെയാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യോശുവ പറയുന്നത് എന്താണ്? ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കും. അപ്പൊ കുടുംബമായിട്ട് സേവിക്കണമെങ്കിൽ ഒരു കുടുംബം ഉണ്ടെങ്കിലല്ല കുടുംബമായിട്ട് സേവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സിംഗിളായിട്ട് മാത്രമേ ആ നിലയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ചില പരിമിതികളൊക്കെ എപ്പോഴും കാണും. മൂപ്പന്മാര്, ഡീക്കന്മാര് ഇവരൊക്കെ വിവാഹിതരായിരിക്കണം എന്നുള്ളത് വചനം പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനത്തേക്ക്, മൂപ്പൻ എന്നുള്ള രീതിയിലെ സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരാൾക്ക് അത് സാധിക്കുകയുള്ളൂ. മാത്രമല്ല സഭാ പരിപാലനത്തിനുള്ള പരിശീലനവും യോഗ്യതയും ലഭിക്കുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കാരണം മക്കളെ നന്നായിട്ട് ഭരിക്കാൻ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് സഭയെ എങ്ങനെ ഭരിക്കാനായിട്ട് സാധിക്കും? അപ്പയുടെ ഒരു കുടുംബം അവിടെ ആവശ്യമാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം അതാണ് പറയുന്നത്. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? അപ്പോൾ ഒരു ചെറിയ കുടുംബത്തെ, മക്കളെ, ഭാര്യയെ ഒക്കെ ശരിയായ നിലയിൽ അവരുടെ സ്ഥാനം മനസ്സിലാക്കി അവർ സന്തോഷമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ ഭർത്താവിന് കഴിയുന്നില്ല എങ്കിൽ തനിക്ക് ഒരു സഭയുടെ ലീഡറായിട്ടിരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹം കഴിക്കേണ്ടത് ആ നിലയിൽ ആത്മീയ ശുശ്രൂഷയുടെ നേതൃത്വത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. അതുപോലെ തന്നെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ മൂപ്പന്മാരുടെ യോഗ്യതകൾ പറയുമ്പോൾ അവിടെ അതിസൽക്കാരം ചെയ്യുക എന്നത് ഒരു പ്രധാന കാര്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അത് വിജയകരമായി നിവർത്തിക്കണമെങ്കിൽ കുടുംബസ്ഥർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിസൽക്കാരം എന്നത്. ഉദാഹരണത്തിന് അക്വില, പ്രിസ്കില ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയുടെ വിജയത്തിന് കാരണം അവർ രണ്ടുപേരും ഒരുപോലെ ശുശ്രൂഷകർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു എന്നതാണ്. അവരുടെ ഭവനം അതിനുവേണ്ടി തുറന്നു കൊടുത്തു. പൗലോസ് അപ്പോസ്തലനെ അവിടെ താമസിപ്പിച്ചു, വേണ്ട ശുശ്രൂഷകൾ ചെയ്തു, ആഹാരം കൊടുത്തു. അങ്ങനെ എല്ലാ നിലയിലും അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് സൽക്കാരത്തിൽ അവർ ഒരു മാതൃകയായിട്ട് നമുക്കുണ്ട്. അതുപോലെ തന്നെ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തെ നോക്കുക. കർത്താവും ശിഷ്യന്മാരും അവിടെ എത്രയോ പ്രാവശ്യങ്ങൾ വരികയും താമസിക്കുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ ഭവനവും കർത്താവിന് വേണ്ടി തുറക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. അവിടെയുള്ള ഭാര്യയും ഭർത്താവും ഒരുപോലെ കർത്താവിനെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു എന്നതുകൊണ്ടാണ് ആ നിലയിലുള്ള അതിസൽക്കാരം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചത്. പഴയ നിയമകാലത്ത്
പുരോഹിതന്മാര്, ന്യായാധിപന്മാര്, പ്രവാചകന്മാര് ഇവരെല്ലാം നോക്കുമ്പോൾ അവരെല്ലാം വിവാഹിതരായിരുന്നു എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അബ്രഹാമിന് അതിസൽക്കാരത്തിന് മാതൃകയാകാൻ സാധിച്ചത് തൻ്റെ ഭാര്യ സാറ തനിക്ക് സഹായിയായിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഏതു കാലത്തും കർത്താവിൻ്റെ വേലയും ശുശ്രൂഷകളും വിജയകരമായി നിർവഹിക്കാൻ ഭക്തിയുള്ള ഭാര്യയും ഭക്തിയുള്ള ഭർത്താവും അനിവാര്യമാണ്. കർത്താവ് പ്രത്യേകം വരം കൊടുത്തവർക്ക് മാത്രമേ വിവാഹം വേണ്ട എന്ന് വെച്ച് സുവിശേഷ വേലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലന് അങ്ങനെ ദൈവം സഹായിച്ചിട്ടുണ്ട്. എട്ടാമതായിട്ട് കർത്താവും സഭയും സംബന്ധിച്ച സത്യത്തെ വിവാഹത്തോടുള്ള ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. കർത്താവും സഭയും സംബന്ധിച്ച സത്യത്തെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ ഇവിടെ വിവാഹത്തെ പറ്റി പറഞ്ഞിട്ട് ഉടനെ തന്നെ പറയുന്നത് ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പൊ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഏദനിൽ ആരംഭിച്ചതും ഇന്ന് വരെ തുടർന്നു വരുന്നതുമായ വിവാഹങ്ങൾ ക്രിസ്തുവിൻ്റെയും സഭയുടെയും നിഴലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവവിവാഹത്തെ സ്ഥാപിച്ചപ്പോൾ നാം മുകളിൽ പറഞ്ഞ ഈ ഉദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്ഥാപിച്ചത്. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്. വിവാഹത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും വരുന്നത് ദൈവമാണ്. അതിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം സഫലീകരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. 9-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള എൻ്റെ പോയിന്റ്സിൽ അവസാനത്തേത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം വിവാഹം എന്നുള്ളത്. വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ ഉദ്ദേശമാണ് ദൈവനാമം മഹത്വപ്പെടണം എന്നുള്ളത്. എത്ര ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എത്ര മനോഹരമായിട്ടാണ് ദൈവം വിവാഹനം ചെയ്തിരിക്കുന്നത്. വിവാഹത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളാക്കി വിജയകരമായ കുടുംബജീവിതം നയിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിവാഹം മൂലം ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവീൻ. അപ്പോൾ നമ്മുടെ വിവാഹവും അതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. നമ്മുടെ വിവാഹം ജീവിതം മഹാന്തരം നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ അപ്പന്, നമ്മുടെ അമ്മ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത് മുഖാന്തരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവം സ്ഥാപിച്ച വിവാഹത്തിന്റെ ഉദ്ദേശങ്ങളെ പറ്റിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. തക്ക തുണ, ഭാര്യയും ഭർത്താവും ഒരു ദേഹം, ഭർത്താവ് തല, ഭാര്യ ശരീരം, സന്താന സമൃദ്ധി, ലൈംഗിക സമൃദ്ധി, വിശുദ്ധ ജീവിതം, ആത്മീക ശുശ്രൂഷയും നേതൃത്വവും, കർത്താവും സഭയും വിവാഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിവാഹം ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്നീ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. നാം ഈ കണ്ട സത്യങ്ങളെയൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് വിജയകരമായ ഒരു കുടുംബജീവിതം നയിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
വിവാഹത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും ഒരവസരം കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതമായി തീരുവാൻ തൊക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ വചനം സംസാരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സഹോദരിമാരുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വിവാഹത്തെ കുറിച്ചും വിവാഹത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചും ആന്റി വളരെ വ്യക്തമായിട്ട് 9 പോയിന്റുകൾ തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾക്ക് എല്ലാവർക്കും കുടുംബജീവിതത്തിൽ നല്ല ഭാര്യമാരായിരിക്കുന്നവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഒന്നും കൂടി അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്നും കൂടി വിശകലനം ചെയ്യാനും അതിലെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാനും അതിന് തിരുത്തേണ്ടത് തിരുത്തുവാനൊക്കെ പ്രയോജനപ്പെടുന്ന പോയിന്റുകളാണ് ആന്റി നമുക്ക് മനസ്സിലാക്കി തന്നത്. തക്ക തുണയായിരിക്കണം, ഒരു നല്ലൊരു കൂട്ടുകാരി ആയിരിക്കണം എന്നുള്ളതാണ് ആന്റി പറഞ്ഞത്. അറിയാമല്ലേ, നല്ല ഒരു സഖിയായിട്ട് നമ്മുടെ ദാമ്പത്യം ആസ്വദിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമായി തീരും. പിന്നെ ഭാര്യയും ഭർത്താവും ഒരു ദേഹമായി തീരുക, വിട്ടുപിരിയുക, പറ്റിച്ചേരുക, അതാണ് രണ്ടാമതായിട്ട് നമ്മൾ കേട്ടത്. അതും വളരെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയുടെ തലയായിട്ടിരിക്കുമ്പോൾ അത് അനുസരിക്കുന്ന, ആ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളായിട്ടിരിക്കുകയാണെങ്കിൽ അത് ശരീരം മുഴുവൻ വളരെ മെച്ചമുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ കേട്ടു. ആ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ സന്താന സമൃദ്ധിയുള്ളവരായിട്ട് ഈ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ മക്കൾ വേണം, തലമുറകൾ വേണം. അതിലും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അത് വളരെ താല്പര്യക്കുറവുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിലും ഉത്സാഹത്തിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടും വിവാഹം ഒരു അവശ്യ ഘടകമാണ്. അതും നമ്മൾ വളരെ ആസ്വദിച്ച് സംതൃപ്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുവാനും അത് ആവശ്യമാണ്. വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നമുക്കറിയാം ഇതുപോലെ ലൈംഗിക സംതൃപ്തികളൊക്കെ സ്വന്തം ഭർത്താവിൽ നിന്ന് ലഭിക്കുകയും ദുർനടപ്പില്ലാതിരിക്കുകയും അങ്ങനെ പരപുരുഷ ബന്ധങ്ങൾ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ആത്മീയ ശുശ്രൂഷ, അതിൻ്റെ നേതൃത്വങ്ങളൊക്കെ ഉണ്ടായി വരുന്നതും അതിൻ്റെയൊക്കെ ആധാരമായിട്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം ഉണ്ടെങ്കിൽ അവിടെ നിന്നിട്ടാണ് അങ്ങനെ ശുശ്രൂഷകന്മാരും നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുന്നവരൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊരു കുടുംബം വളരെ ആവശ്യമാണ്. അതുപോലെ അതിഥി സൽക്കാരം, അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു കുടുംബം ആണ് അതിനൊക്കെ ആധാരമായിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച്. ആ ബന്ധത്തെ താരതമ്യം ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ര മഹത്വകരമായ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അതിൻ്റെ എല്ലാ അവസാനം നമുക്കറിയാം ദൈവനാമ മഹത്വമായിരിക്കണം. ഇതിനെല്ലാം ആധാരം എന്നുള്ളത് ദൈവത്തിന്റെ നാമ മഹത്വം ആയിരിക്കണം. നമ്മൾ വിജയകരമായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചാൽ മാത്രമേ നമുക്കത് ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി അവസാനം പറഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മളുടെ വരും ദിവസങ്ങളിൽ നമ്മളുടെ കുറവുകളെ മനസ്സിലാക്കി നമുക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി നമ്മൾ ഇനിയും മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തെല്ലാം സാധിക്കും എന്നുള്ളത് ഓർത്ത് നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവാം. ഇത്രയും ഭംഗിയായിട്ട് ക്ലാസ് എടുക്കാൻ ഗ്രേസ് ആന്റിനെ സഹായിച്ചു. ദൈവം സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു.